കർത്താവ് ഇന്ന് നൽകിയിരിക്കുന്ന വചനത്തിലേക്ക് വരാം. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങളെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയം ഒരു വചനഭാഗം ചിന്തിക്കാം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 11 നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 അതിൻ്റെ 11-ാമത്തെ വാക്യം ആർക്കെങ്കിലും എടുത്തു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി. ഓക്കെ, മതി. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന് നിങ്ങളോട് പറയാനുള്ള വചനമാണിത്. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. നമ്മൾ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ നെവർ ബി ലേസി ബട്ട് വർക്ക് ഹാർഡ് ആൻഡ് സെർവ് ദ ലോർഡ് എന്തൂസിയാസ്റ്റിക്കലി. ഹല്ലേലൂയ. ഉത്സാഹത്തോടെ എന്തൂസിയാസത്തോടെ നമുക്ക് കർത്താവിനെ സേവിക്കാനായി കഴിയണം. എന്തൊക്കെയാണ് നമുക്ക് ഉത്സാഹത്തിൽ മടുപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ? ഹല്ലേലൂയ. എന്തൊക്കെയാണ് നമുക്ക് ഉത്സാഹത്തിൽ മടുപ്പുണ്ടാക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ബുക്കോ പേനയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് സമയം തരുന്നതാണ്. നിങ്ങളുടെ ഉത്സാഹത്തിൽ മടുപ്പുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്ക് തന്നെ ലിസ്റ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഹല്ലേലൂയ. ഇതെങ്ങനെയെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന ഒരു ക്ലാസ് അല്ല. ഇതിൽ 10 പേര് ജോയിൻ ചെയ്താലും നിങ്ങൾ 10 പേരും കർത്താവിൻ്റെ ഭടന്മാരായി ഇറങ്ങണം. 50 പേര് ഇതിനകത്തുണ്ടെങ്കിൽ 50 പേരും ദൈവരാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പുറത്തിറങ്ങിയേ മതിയാകൂ. അത് നമ്മളെല്ലാം റീസൺ എല്ലാം ഫൈൻഡ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് പോസിബിൾ ആകുന്ന കാര്യമില്ല. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾക്കും നിങ്ങൾക്കത് ലിസ്റ്റിൽ ഇപ്പോൾ എഴുതാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നോട്ടോ ഡയറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് കർത്താവിനെ സേവിക്കാൻ ഉത്സാഹത്തിൽ മടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങളത് എഴുതിയതിന് ശേഷം കർത്താവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അതിനുശേഷം ഞാൻ പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചു പറയാനൊരു അവസരമുണ്ട്. അതുകൊണ്ടാണ് എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതാം എന്ന് ഞാൻ പറഞ്ഞത്. ഞാനൊരു 5 മിനിറ്റ് സമയം അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ എഴുതിയാട്ടെ, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഉത്സാഹത്തിൽ മടുപ്പിക്കുന്നത്? കർത്താവിന് വേണ്ടി ഓടാനുള്ള ഉത്സാഹം ചിലപ്പോഴെല്ലാം എനിക്ക് മടുപ്പ് വരുന്നതിൻ്റെ കാരണമെന്ത്? അത് നമ്മളൊന്ന് എഴുതാൻ പോവുകയാണിപ്പോൾ. വേഗത്തിൽ എഴുതിയാട്ടെ. എനിക്ക് ഒരു മടുപ്പുമില്ല എന്ന് പറയുന്നവർക്കായി സ്തോത്രം. അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും മടുത്തു പോകുന്നെങ്കിൽ, എന്താണ് നിങ്ങളെ മടുപ്പിക്കുന്നത്, മുന്നോട്ട് ഓടാനായിട്ട് അനുവദിക്കാത്തത്? ആത്മാവിൻ്റെ എരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്? അതിനെ നമ്മളിന്നിപ്പോൾ ഫൈൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒരു കാര്യമാകട്ടെ 2 കാര്യമാകട്ടെ, നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ മുന്നിൽ വേണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാനുള്ള അവസരമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ നമുക്ക് കർത്താവ് എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. എങ്ങനെയാണ് നമ്മുടെ ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അതാണ് നമ്മളിപ്പോഴൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത് നെഗറ്റീവ് തോട്ട്സാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് തോട്ട്സാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് തോട്ട്സ്. എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? അത് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. നമുക്ക് അഭിഷേകത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണല്ലോ, എന്നെക്കൊണ്ട് കർത്താവിനെ ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ല, പിന്നെ ശരിയായ അന്യഭാഷയാണോ ഞാൻ പറയുന്നത്, ഞാൻ പോകുന്ന വഴി കറക്റ്റാണോ, ഒന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല.
എല്ലാമുള്ള ചിന്തകൾ, ഒത്തിരി ചിന്തകൾ, എൻ്റെ ഭാവിയെക്കുറിച്ച് ഉള്ള നെഗറ്റീവായിട്ടുള്ള തോന്നലുകൾ, എങ്ങനെയാണ് ഞാൻ ദൈവത്തിന് ഉപകാരപ്പെടാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന ഒന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ. ഭാവിയെക്കുറിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഭാവിയെക്കുറിച്ചാവാം, ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചാവാം, നമ്മുടെ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചാകാം, നമ്മുടെ ബാധ്യതകളെക്കുറിച്ചാകാം. അങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയും. ഹല്ലേലൂയ. കാരണം നമ്മൾ ഉത്സാഹിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഈ ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ഈ ചിന്തകളെല്ലാം കൂടെ നമ്മളെ ആകുലപ്പെടുത്തുന്നത്. അന്നേരം വീണ്ടും നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരും. നമ്മുടെ ഉത്സാഹം എന്തെയും നഷ്ടപ്പെട്ടു പോകും. പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ പലപ്പോഴും കഴിയില്ല. ഹല്ലേലൂയ. അതാണ് രണ്ടാമത്തെ റീസൺ പരിശുദ്ധാത്മാവ് എന്നോട് ഷെയർ ചെയ്തത്. മൂന്നാമത്തെ കാര്യം, ചുറ്റുപാടുകളിലെ സ്വാധീനം, സർക്കംസ്റ്റാൻസസ്, നിങ്ങളുടെ ചുറ്റുപാടുകളിലെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളവർ തീയെ വഹിക്കുന്നവരായിരിക്കില്ല. നിങ്ങൾ വഹിക്കുന്ന അത്ര അനോയിൻറ്റിങ് ഉള്ളവരായിരിക്കില്ല നിങ്ങളുടെ കൂടെ ഉള്ളത്. അത് ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ചുറ്റുപാടും നിൽക്കുന്നവരാരോ ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന ഫീൽഡിലുള്ളവരായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള വ്യക്തികൾ നിങ്ങളെ സ്വാധീനിക്കുകയും നിങ്ങളിലുള്ള തീയെ അവരണച്ചു കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പല പല മെസ്സേജുകൾ കേൾക്കുന്നവരായിരിക്കും അല്ലേ പലരും. നമ്മൾ ചില മെസ്സേജുകളൊക്കെ കേട്ടാൽ നമ്മുടെ ഉള്ളിലെ തീ കത്തും, എന്നാൽ ചില മെസ്സേജുകൾ കേട്ടാൽ നമ്മുടെ ഉള്ളിലെ തീ അണഞ്ഞു പോകും. അങ്ങനെയുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? ആ, ശരിയാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് തരം ശുശ്രൂഷകളുണ്ട്, രണ്ട് തരം വചനം പഠിപ്പിക്കുന്ന രീതിയുണ്ട്. ഹല്ലേലൂയ. തീ കത്തിക്കുന്ന വചനമുണ്ട്, തീ അണയ്ക്കുന്ന വചനമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ തീ കത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ, ഒരു ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലെ ആത്മാവ് കത്തുന്നുണ്ടോ അതോ കെട്ടുപോവുകയാണോ ചെയ്യുന്നത്? ഹല്ലേലൂയ. നമ്മൾ വിലയിരുത്തണം. വെറുതെ നമ്മുടെ സമയം ഒരിക്കലും തല്ലിക്കെടുത്തരുത്. ഹല്ലേലൂയ. അതേ, കുറച്ച് പേര് പറയുന്നുണ്ട് അത് ശരിയാണ്. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ തീയെ കത്തിക്കുന്നവരുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് തീയെ അണച്ച് കളയുന്നവരുണ്ട്, ഇതൊന്നും ശരിയല്ലെന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി എന്നോട് ഷെയർ ചെയ്തു, തനിക്ക് ഒരു അന്യഭാഷ ഉണ്ട്, താനിങ്ങനെ അന്യഭാഷ പറയും. അപ്പോൾ ആരോടോ തന്നോട് പറഞ്ഞു, ഈ പറയുന്ന അന്യഭാഷ ശരിയല്ല, ഫാസ്റ്റർ പറയുന്ന, ദേവദാസൻ പറയുന്ന അന്യഭാഷ എഴുതി വെച്ച് പഠിച്ചിട്ട് അത് പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് അട്ടറൻസ് നൽകി തരുന്നതാണ്, അല്ലാതെ വേറൊരാളുടെ അട്ടറൻസ് എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാണാതെ പഠിച്ച് പറയാൻ പറ്റിയ ഒരു ഭാഷയല്ലത്. ഹല്ലേലൂയ. അപ്പോൾ ചിലർക്ക് ദർശനങ്ങൾ, വെളിപ്പാടുകളൊക്കെ ഉണ്ടാകുന്നത് കാണാം. അന്നേരം അവരത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇല്ലെന്ന് പറയുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഞാൻ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ പലരിലൂടെയും ഒക്കെ കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവ് അവരോട് ഇടപെടുമ്പോൾ ഇതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുള്ള പഠിപ്പിക്കലുകൾ ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ തീ കെട്ടുപോകുന്നു. ഇനി നമ്മൾ ഒരാളെ ഇങ്ങനെ ഫോളോ ചെയ്ത് അയാളുടെ മെസ്സേജുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. നമ്മുടെ നടത്തുന്ന ദേവദാസന്മാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. അന്നേരമാണ് അയാളെക്കുറിച്ച് മോശമായ കുറച്ച് വീഡിയോസ് വരുന്നത്. ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള തീയല്ല അതോടെ പോയി. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുവന്ന, വചനം പഠിപ്പിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തെ പറ്റി പിശാച് ചില മോശമായ വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് തരും. അപ്പോൾ ആ കത്തിക്കൊണ്ടിരുന്ന തീയെ മുഴുവൻ അവൻ അണച്ചു കളയും. പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവിലുള്ള കമൻറ്റിലുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. മുമ്പ് കാലത്തൊക്കെ പലരെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ എനിക്ക് പലരും അയച്ചു തരുമായിരുന്നു കേട്ടോ, യൂട്യൂബിലൊക്കെ ഉള്ളത്. ഞാൻ ഒരിക്കൽ അതെന്താണെന്ന് അറിയാനായിട്ട്, വേറൊന്നുമല്ല, എന്താണെന്ന് അറിയാനായിട്ട് അതിങ്ങനെ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നോ, അങ്ങനെയുള്ള വീഡിയോസ് കാണരുത്. എൻ്റെ ദാസന്മാരെയോ ദാസിമാരെയോ പറ്റി
മറ്റുള്ളവർ പരാമർശിക്കുന്ന, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവർ വിധിക്കുന്ന വീഡിയോകൾ കാണരുത്. കാരണം വിധിക്കുവാനുള്ള ഏക അധികാരം എനിക്കാണുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമാണ് വിധിക്കുന്നത്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾ ഒരിക്കലും കാണാനായിട്ട് ഇടയായി തീരരുത്. അത് നിങ്ങളുടെ തീയെ കെടുത്തിക്കളയും. ഹല്ലേലൂയ. കുറ്റം പറയുന്ന വീഡിയോസ് തീയെ കെടുത്തിക്കളയും. അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്നവരെ വളരെ ശ്രദ്ധിക്കുക. തീയെ കെടുത്തുന്നവരാണോ തീയെ കത്തിക്കുന്നവരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്? തീയെ കെടുത്തുന്നവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ നിർത്തുക. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങളുടെ തീ കെട്ടുപോകാനായിട്ട് ഇടയായിത്തീരും. ഒടുവിൽ നിങ്ങളുടെ തീ എല്ലാം അണഞ്ഞ് പുക ശേഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ഹല്ലേലൂയ. അതുകൊണ്ട് തീ കത്തിക്കുന്നവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആത്മാവിൽ കീപ്പ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളെ വളർത്തുന്നവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഹല്ലേലൂയ. ഏത് സമയത്തും നിങ്ങൾക്കൊരു പിന്തുണ നൽകുന്ന റിലേഷൻഷിപ്പ് ആത്മാവിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ തളർത്തി കളയുന്ന, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന റിലേഷൻഷിപ്പുകളെല്ലാം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ നിന്നെല്ലാം നമ്മൾ വേർപെട്ട് നിൽക്കുന്നവരായി തീരണം. അല്ലെങ്കിൽ അവരുടെ വഴിക്കൊടുവിൽ നമ്മൾ പോകുന്നവരായി തീരും. ഒത്തിരി പേർ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വരുമ്പോൾ പലരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. അന്നേരമായിരിക്കും സയൻസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വചനത്തെ വ്യാഖ്യാനിച്ച് ഒടുവിൽ ദൈവമില്ല എന്ന് അഭിഷേകം പ്രാപിച്ചവർ പറഞ്ഞ കാര്യം എനിക്കറിയാം. അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് സ്വീകരിച്ച വ്യക്തികൾ പല ടീച്ചിങ്ങും കേട്ട് പലരുടെ കൂടെ കൂടി നടന്ന്, ദൈവമില്ലാത്ത മക്കളുടെ കൂടെ കൂടി നടന്നിട്ട് അന്യഭാഷ സംസാരിച്ച വ്യക്തികൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് മാറിപ്പോയത് എനിക്കറിയാം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അഭിഷേകത്തിൽ നിൽക്കുന്നവർ അഭിഷേകമില്ലാത്ത വ്യക്തികളോട് കൂടിയാൽ നിങ്ങളിൽ നിന്ന് അഭിഷേകം അങ്ങോട്ടാണ് വ്യാപരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ആ പ്രകാശം ഇരുട്ടിലേക്ക് വ്യാപരിക്കണം. ഇരുട്ടൊരിക്കലും നമ്മളെ കീഴടക്കരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, ഇരുള് വെളിച്ചത്തെ പിടിച്ചടക്കിയില്ലെന്ന്. അപ്പോൾ നമ്മളിൽ ഇരിക്കുന്നത് വെളിച്ചമാകുന്ന ക്രിസ്തുവാണ്. ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുകയാണ് വേണ്ടത്. ആ തീ മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരണം. അവരുടേതായ ആർഗ്യുമെന്റ്സോ അവരുടേതായ കാര്യങ്ങളോ ഒന്നും നമ്മളെ സ്വാധീനിക്കാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവർ, നമ്മുടെ വൈഫായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, എല്ലാവരോടും നമുക്ക് ഈ പ്രകാശത്തെ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഇനി 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നെഗറ്റീവ് തോട്ട്സ്, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ചുറ്റുപാടുകളിലെ സ്വാധീനം, നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന കാര്യങ്ങളാണ്. 4 രോഗങ്ങൾ. നമ്മളൊന്ന് ആത്മീയമായി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും രോഗങ്ങൾ നമുക്ക് പെട്ടെന്നുണ്ടാകും. ഹല്ലേലൂയ. പെട്ടെന്നൊരു സ്ട്രഗിൾ ഉണ്ടാകും. ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകുന്നു, പെട്ടെന്ന് ബലഹീനതകൾ വരുന്നു. ഹല്ലേലൂയ. അതിനെ വളരെ ശ്രദ്ധയോടെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. രോഗങ്ങൾ ദൈവമക്കൾ ചുമക്കേണ്ടതല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ടെന്ന് വചനം പറയുന്നു. ഞാൻ നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് വചനത്തിലുണ്ട്. ഹല്ലേലൂയ. ദീനത്തിൽ ഞാൻ നിന്റെ കിടക്ക മാറ്റിവിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തുന്നു എന്ന് വചനം പറയുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് വചനം പറയുന്നു. എൻ്റെ വചനത്തെ അയച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്നുണ്ട്. ഈ വചനങ്ങളെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്കും എനിക്കും കഴിയണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ ഇത് സാരമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റിക്കള. ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണല്ലോ. ശരിയാണ്, രോഗങ്ങൾ ഉള്ളതാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ എഴുന്നേറ്റ് ആ രോഗത്തെ ശാസിച്ച് ആ രോഗത്തെ ജയിക്കാനായി പഠിക്കണം. ഹല്ലേലൂയ. എങ്കിലേ നമുക്ക് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂ. രോഗങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകും. ശരിയാണോ ഇല്ലേ? ശരിയാണോ? പെട്ടെന്ന് രോഗങ്ങൾ നിങ്ങളെ എഫക്റ്റ് ചെയ്താൽ എന്തു പറ്റും? ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രോഗസൗഖ്യത്തിൻ്റെ വചനങ്ങൾ, ഞാൻ ഈ വചനങ്ങളെല്ലാം ഒരു സമയത്ത് പഠിക്കുമായിരുന്നു. ഈ രോഗസൗഖ്യത്തിൻ്റെ വചനങ്ങൾ പഠിച്ചിട്ട് അത് പറഞ്ഞു പ്രാർത്ഥിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകട്ടെ. ഈ വചനങ്ങൾ ഉള്ളതിനാൽ ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
എന്ന് പറഞ്ഞ ആ സൗഖ്യത്തെ ഞാൻ റിസീവ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എവിടെയെങ്കിലും വേദനയോ എവിടെയെങ്കിലും പ്രയാസമോ ഉണ്ടായാൽ ഉടനെ എന്ത് ചെയ്യും? നമ്മുടെ മെമ്മറിയിൽ ഈ വചനം കിടക്കുവാണല്ലോ. ഈ വചനമെല്ലാം 1 by 1 ആയിട്ട് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. പിശാചേ, നിനക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവയവങ്ങളുടെ മേൽ ഒരവകാശവും ഇല്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. പലതിൽ നിന്നും ദൈവം എനിക്ക് അങ്ങനെ വിടുതൽ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന നെഗറ്റീവ് തോട്ട്സ്, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ചുറ്റുപാടുകളുടെ സ്വാധീനം, രോഗങ്ങൾ, ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി 5ാമത്തെ കാര്യം നമ്മുടെ ഉത്സാഹത്തെ മടുപ്പിക്കുന്നത് നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഫാമിലി, നമ്മുടെ കുടുംബം, മക്കൾ, അപ്പൻ അമ്മ ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അമ്മായി അമ്മാവൻ, സഹോദരൻ സഹോദരി റിലേഷൻഷിപ്പുകൾ. ഇതിനിടയിൽ പിശാച് കൊണ്ടിടുന്ന ചില ടെക്നിക്കുകളുണ്ട് നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയാനായിട്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചിട്ട് എന്തോ ആയി? നീ മാത്രം വിശ്വാസത്തിൽ വന്ന് അന്യഭാഷ പറഞ്ഞിട്ട് എന്തായി? അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടല്ലേ? അതെ, എന്തായി? ഇതെല്ലാമായിട്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? അതെ, കറക്റ്റാണെന്ന് പറയുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ തീർന്നോ? നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? ഒത്തിരി പേർ ഇങ്ങനെ കളിയാക്കുന്നവരുണ്ട്. അതിൻ്റെ നടുവിൽ നമുക്ക് നിന്നുകൊണ്ട് ചില സമയത്ത് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉത്സാഹം അങ്ങ് പോവും. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എന്തായി? ശരിയാണല്ലോ അല്ലേ? അവർ പറയുന്ന പോലെ പിന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ കുഴപ്പം. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എന്തായി? ഈ ചിന്ത നമ്മളിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഉത്സാഹം പോയി. ഇതെല്ലാം പിശാചിൻ്റെ വലിയ തന്ത്രങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യരുത്? അവർ പറയുന്നതിനെ ചെവി കൊടുക്കാൻ പോകരുത്. എങ്കിൽ നിങ്ങൾക്ക് ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി തീരാൻ പറ്റില്ല. നിങ്ങൾ മടുത്തു പോകും. പതിയെ പതിയെ നിങ്ങളുടെ ആത്മീയ ജീവിതം നിങ്ങൾ ബാക്കിലോട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം കയറി ഇറങ്ങി കർത്താവ് പഠിപ്പിച്ച പല കാര്യങ്ങളുമുണ്ട്. ഞാൻ സ്ട്രോങ് ആയി നിന്നതുകൊണ്ട് എൻ്റെ കുടുംബം ഇന്ന് സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു. ഞാൻ പിന്നിലോട്ട് പോയിരുന്നെങ്കിൽ എല്ലാവരും പിന്നിലോട്ട് പോയേനെ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ സ്ട്രോങ് ആയി നിൽക്കുന്നെങ്കിൽ എല്ലാവരെയും നിങ്ങൾക്ക് പിറ്റിൽ നിന്ന് അകത്തെ കുഴിയിൽ നിന്ന് വലിച്ചുകൊണ്ട് വരാം. നിങ്ങൾ ബാക്കിലോട്ട് പോയാൽ ആ കുഴിയിലേക്ക് സകലരും പോവും, ഒടുവിൽ നിങ്ങളും പോവും. അതാണ് കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, അമ്മാവനോ അമ്മായിയോ, അമ്മ അപ്പൻ മക്കൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊക്കെ ഇറങ്ങുന്നവർ ധാരാളം പേരുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവരിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു മടുക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളെ മടുപ്പുളവാക്കുന്ന വേറെ ചില കാര്യമുണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് ഈവിൾ സ്പിരിറ്റ്. പൈശാചികമായ ഇൻഫ്ലുവൻസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് മടുപ്പായിരിക്കും, ഒരു ഉത്സാഹം ഉണ്ടാകില്ല പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ. ഈവിൾ സ്പിരിറ്റിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ദുഷ്ടശക്തികളുടെ സ്വാധീനം ഉണ്ടായാൽ നമുക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ട് പറ്റില്ല. ചില ഫാമിലീസൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ഞാൻ കാണുന്ന പ്രധാന കാര്യം, കുടുംബമായിട്ട് അവർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഭാര്യ അഭിഷേകത്തിൽ നിറഞ്ഞതായിരിക്കും, ഒരുപക്ഷെ ഹസ്ബൻഡ് അഭിഷേകത്തിൽ നിറഞ്ഞതായിരിക്കും. അവർ പറയുന്ന ഒരു കാര്യം, സിസ്റ്ററെ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് മുതൽ വായ്ക്കോട്ട വന്നുകൊണ്ടിരിക്കുന്നു. വായ്ക്കോട്ട ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ അറിയാൻ പറ്റും? അത് പറയുവാണ്. വായ്ക്കോട്ട വന്നുകൊണ്ടിരിക്കുന്നു, ഉറക്കം തൂങ്ങുന്നു. ഭാര്യ പ്രാർത്ഥിക്കും, ഭർത്താവ് ഉറങ്ങുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ പറയുന്നേ? അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റും ഇരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നു പെട്ടെന്ന്, അല്ലെങ്കിൽ വായ്ക്കോട്ട വന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അയാൾക്ക് അസ്വസ്ഥത, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു, എഴുന്നേറ്റ് പോകുന്നു, പിന്നെ ആ വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലത്ത് ആ വ്യക്തിക്ക് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ആ ഈവിൾ സ്പിരിറ്റുകൾ ഇൻഫ്ലുവൻസ് ആവുകയാണ്, അവർക്ക് അതിന് പറ്റുന്നില്ല അവർക്ക് ഇരിക്കാനായിട്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വ്യക്തി ആ സാഹചര്യത്തിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സമയത്താണ് നമുക്ക് അവയെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നമ്മളെ അനുവദിക്കില്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു തലവേദന, പെട്ടെന്നൊരു ശരീരം വേദന, ബൈബിൾ എടുത്ത് വായിക്കാൻ ഇരുന്ന ഉടനെ നിങ്ങൾ ഉറങ്ങും. ഹല്ലേലൂയ. വേറെ എന്ത് ചെയ്താലും ഉറങ്ങില്ല, പ്രാർത്ഥിക്കാനിരുന്നാൽ അന്നേരെ ഉറങ്ങിപ്പോവും. ഹല്ലേലൂയ.
ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വായ് തുറന്ന് ശാസിക്കാനായിട്ട് പഠിക്കണം പിശാചിനെ. യേശുവിൻ്റെ നാമത്തിൽ പിശാചെ നിന്നോട് കൽപ്പിക്കുന്നു, എന്നെ വിട്ട് പോക. പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഞാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ, ആത്മീയമായി വളരാതിരിക്കാൻ പിശാചും അവൻ്റെ ദൂതന്മാരും ചെയ്തിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതെ, ക്ഷീണം ഉണ്ടാകുന്നത്, വല്ലാതെ മടുപ്പ്, ഇതെല്ലാം ഉത്സാഹത്തിനെ മടുപ്പിച്ച് കളയും. നമുക്ക് മടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരു മടുപ്പ് കയറി വരും. ഈവിൽ സ്പിരിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തി ജീവിതങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും. ഒരു മടുപ്പ് എന്താണെന്ന് അറിയില്ല. മനസ്സിൽ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണമെന്നും കയറി വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തേയില്ല, കഴിയില്ല. പെട്ടെന്നൊരു മടുപ്പ്, പെട്ടെന്നൊരു ഉത്സാഹക്കുറവ് അങ്ങ് മനസ്സിനുണ്ടാവുകയാണ്. എന്ത് കാര്യത്തിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് തോന്നിക്കുന്ന അവസ്ഥ. അതെല്ലാം മനസ്സിൽ പിശാച് ഇട്ട് തരുന്ന കള്ളത്തരങ്ങളാണ്. ഹല്ലേലൂയ. ശാരീരികമായി വേദനകൾ കൊണ്ടുവരിക, ശരീരം വേദന പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത്, അല്ലാതെയല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഉള്ളതൊക്കെ രോഗങ്ങളാണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന ശരീരം വേദന, പെട്ടെന്നുണ്ടാകുന്ന ബാക്ക് പെയിൻ, പെട്ടെന്നുണ്ടാകുന്ന തലവേദന, പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം. പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് അതിനെ ചെക്ക് ചെയ്യുക. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അടുത്ത് നമുക്ക് മടുപ്പുണ്ടാക്കുന്ന വേറൊരു കാര്യമാണ് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീകമായ അന്ധതയായിരിക്കുന്ന അവസ്ഥ. പിശാച് നമ്മളെ ആത്മക്കണ്ണുകളെ തുറക്കാൻ അനുവദിക്കാതെ മൂടുപടമിട്ട് അടച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് ഉത്സാഹക്കുറവ് കൊണ്ടുവരും. ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും നമുക്ക് ആത്മമണ്ഡലത്തെക്കുറിച്ച് ഒന്നും കാണാനോ ഗ്രഹിക്കാനോ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകും. അങ്ങനെ നമുക്ക് വരുന്ന അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രെയർ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. പിശാച് എൻ്റെ ആത്മമണ്ഡലത്തിലെ കണ്ണുകളെ അടച്ചിരിക്കുന്ന എല്ലാ ഈവിൾ കർട്ടൻസിനെയും ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആത്മദൃഷ്ടി പ്രകാശിക്കാതിരിക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. എൻ്റെ ആത്മദൃഷ്ടി യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. പിശാചിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പൊളിയട്ടെ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് കയറുന്നവരായി തീരണം. ആ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ സഹോദരങ്ങളെ? അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു? നെഗറ്റീവ് തോട്ട്സ്, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്നു. 3, ചുറ്റുപാടുകളിലെ സ്വാധീനം നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്നു. രോഗങ്ങൾ നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്നു. ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ്, അവരുമായി ഉള്ള ബന്ധങ്ങൾ, അതെല്ലാം ഞാൻ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഇൻഫ്ലുവൻസ് ഓഫ് ഈവിൾ സ്പിരിറ്റ്സ് ആണ്, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത കാര്യം ഞാൻ പറഞ്ഞത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ആണ്. ഇതെല്ലാമാണ് നമ്മുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് അറിയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുകയും പറയാനുള്ള സമയവുമാണ്. ഹല്ലേലൂയ. കാരണം അത് എല്ലാവർക്കും അനുഗ്രഹമാണ് അല്ലേ. പരിശുദ്ധാത്മാവ് വേറെ എന്തെങ്കിലും നിങ്ങളുടെ കരുത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും അനുഗ്രഹമാണ്. ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം, ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതെന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. അതിനു വേണ്ടിയാണ് കേട്ടോ സഹോദരങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പറയാനുള്ള സമയമുണ്ട്, പറഞ്ഞോളൂ. യൂട്യൂബിൽ എന്നെ കാണുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കും ഇപ്പോൾ അതെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും ജീവിതഭാരങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഭാവിയെക്കുറിച്ചുള്ള ആകുലത, അതാണ് ഈ ഭാരം എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ആകട്ടെ, മക്കളുടെ പ്രശ്നങ്ങളാകട്ടെ, അത് തന്നെയാണ്. ഓക്കെ പറഞ്ഞ സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. വേറെ എന്തെങ്കിലും? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തപ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തപ്പോൾ മടുപ്പുണ്ടാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. പറഞ്ഞ സിസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി സ്തോത്രം. എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ എഴുതി വെച്ചിരുന്നത് സിസ്റ്റർ തന്നെ പറഞ്ഞു. അതായത് നമുക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു സ്പിരിച്വൽ റെലം നമുക്ക് ഓപ്പൺ ആവുന്നില്ല, വിഷൻസ് കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഇപ്പൊ ഇല്ലാതായപ്പോഴത്തേക്ക് അതിന്റെ ഒരു ദാഹം അത് കിട്ടാതായപ്പോ അതിൻ്റെ ഉള്ള വിഷമം ഉണ്ടായപ്പോ, പിന്നെ നേരത്തെ ഞാൻ സിസ്റ്റർ നേരിട്ട് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രാർത്ഥന സമയങ്ങളിൽ എനിക്കത് കൂടുതലും അറ്റാക്ക് ആവുമായിരുന്നു. മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു നമുക്ക് അറിയുന്ന വ്യക്തികൾ തന്നെ
പക്ഷേ അവരോട് അവരെ ഇല്ലാത്തതെല്ലാം പിശാച് കൊണ്ടുവന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവൻ ഇട്ടുകൊണ്ടിരിക്കും. ചിലപ്പം ആ വ്യക്തികളിലൂടെ നമുക്ക് എന്തെങ്കിലും ഏതോ ഒരു കാലത്ത് അവർ സംസാരിച്ചതോ അവരുടെ വാക്കിലൂടെ അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ വല്ലതും ഹാർട്ടായിരിക്കാം, ഹേർട്ടായിരിക്കാം. അത് ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഡെപ്പോസിറ്റായി കിടക്കുമ്പോൾ ഈ പിശാചിന് അറിയാം, ഉള്ളിൽ കിടക്കുന്ന ആ വിഷം അറിയാം. അവൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള വേണ്ടാതീനമൊക്കെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കും. അതൊരു ബിറ്റർനെസ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ കിടന്ന് പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സെക്കൻഡ് സർവീസ് എന്തോ സൺഡേ സർവീസ് കൊടുത്തോണ്ടിരുന്നതിന്റെ ഇടയിൽ എന്നെ അടുത്ത് കൈ ചൂണ്ടിട്ട് സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ ആ വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ ക്ഷമിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഗീവ് ദ ഫർഗീവ്നെസ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ആ വ്യക്തി എൻ്റെ അടുക്ക് എന്തെങ്കിലും തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു അദ്ദേഹത്തോട്, ഞാൻ അദ്ദേഹത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ പ്രാർത്ഥന ഞാൻ എടുക്കാൻ ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പിശാച് എന്നിലിരുന്ന് പോയി. അപ്പൊ ഈ അൺഫർഗീവ്നെസ് വന്ന് ഒരു നമ്മളെ പ്രാർത്ഥനയിൽ വളരുവാൻ വിടത്തില്ല. അതെ, ഹല്ലേലൂയ. പ്രിയ സഹോദരൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് പിശാച് കൊണ്ടിട്ട് പിന്നെ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിലും നമുക്ക് ഉത്സാഹം വരത്തില്ല. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ബിറ്റർനെസ്, എന്തെങ്കിലും കയ്പുകൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും വലിയ വഴി അത് തന്നെയാണ്. നമ്മൾ കർത്താവേ ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ക്ഷമിക്കാൻ കഴിയാത്ത ഒത്തിരി ദുരനുഭവങ്ങൾ ഒരു പക്ഷേ ശാരീരികമായും മാനസികമായും ഈ പറയുന്ന വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് നിങ്ങൾക്കുണ്ടായേക്കാം. നിങ്ങളുടെ പറ്റിച്ച വ്യക്തികൾ ഉണ്ടാകാം. ഹല്ലേലൂയ. ഞാനും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങളുണ്ട്. പറ്റിച്ച്, സാമ്പത്തികമായി പറ്റിച്ചവര്, മാനസികമായി ഉപദ്രവിച്ചവര്, അല്ലേ? അങ്ങനെയുള്ള വ്യക്തികളോട് കർത്താവേ അവരുടെ പേര് പറഞ്ഞിട്ട് ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വലിയ ആത്മാവിലൊരു ഫ്രീഡം കിട്ടും, പ്രാർത്ഥിച്ച് മുന്നിൽ കയറാനായിട്ട് പറ്റും. ഇനി വേറെ എന്തെങ്കിലും? ഹല്ലേലൂയ. രാജു ബ്രദറിനെ ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? ഉത്സാഹത്തിൽ മടുപ്പില്ലാതിരിക്കുന്ന അവസ്ഥ പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതെ തന്നെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിന്തകളാൽ ഭാരപ്പെടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പലവിധമായിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നു. താങ്ക് യു. പങ്കുവച്ച് സഹോദരിയോട് നന്ദി അറിയിക്കുന്നു. പറഞ്ഞാട്ടെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? മോൻസി ബ്രദർ പറഞ്ഞോളൂ. ആക്ച്വലി ഓരോരോ പൈശാചിക റിലംസ് മുമ്പിൽ വരുമല്ലോ. അപ്പൊ ഓരോന്ന് വരുന്നോറും ഓരോ പ്രാവശ്യം ഓരോരോ കാറ്റഗറിയാണല്ലോ വരുന്നത്. ഓരോന്ന് വന്ന് കഴിയുമ്പോൾ ഒന്നുകിൽ ഡ്രീംസിലായിരിക്കാം, അല്ലെങ്കിൽ വിഷൻസിലായിരിക്കാം. ചിലപ്പോൾ ഡ്രീംസ് വന്നു കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് വെപ്പൺ ആ ഒരു പാസ് ആവത്തുള്ളൂ. അപ്പൊ അതുവരെയും നമ്മുടെ ശരീരം മൊത്തം വേദന, തളർച്ച, ലൈക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് പോകുന്നിടം വരെ ആ ഒരു ബോഡി മൊത്തം, എനിക്ക് തോന്നുന്നു സിസ്റ്റം മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത്, മനസ്സിലായി. ഭയങ്കര ഊർജ്ജമില്ലാത്ത വൈറൽ പനിയൊക്കെ വന്നിട്ട് കിടക്കുന്നില്ല മനുഷ്യൻ, അതേപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഓവർകം ആവും. ഒരു വെപ്പൺ വന്നു കഴിയുമ്പോൾ അതങ്ങ് ഡിഫീറ്റ് ആവും. പക്ഷെ ആ ഒരു ടൈം നമ്മളൊന്ന് ഊർജ്ജമില്ലാത്ത, പക്ഷെ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും, പക്ഷെ ആ ഒരു പവർ ഇല്ല നമ്മുടെ ബോഡിയിൽ. ആ ഒരു പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്നാലും തളർന്നു കിടക്കും, നിരാശപ്പെടത്തില്ല. ദേഹം എല്ലാം ബുദ്ധിമുട്ടായിരിക്കും, ശരീരം എല്ലാം ക്ഷീണമായിരിക്കാം, ദേഹം എല്ലാം വേദനയായിരിക്കാം, പിന്നെ എല്ലാം ഫുൾ ഫാമിലി ഫുൾ സിറ്റുവേഷൻ മൊത്തം കലങ്ങി മറിയും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഉത്സാഹം കുറയുന്ന പോലെ തോന്നും, പക്ഷെ കർത്താവ് നടത്തുന്നുണ്ട്, എന്നാലും ഉത്സാഹം കുറയുന്നതായിട്ട് തോന്നാറുണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സഹോദരൻ പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്. അതിനകത്ത് അതാണ് ഈവിൾ സ്പിരിറ്റിൻ്റെ അറ്റാക്കുകൾ വരുമ്പോൾ, ഈവിൾ റെലത്തിൻ്റെ അറ്റാക്കുകൾ വരുമ്പോൾ അവർ നമ്മുടെ മുന്നിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, ഡ്രീംസിലും വിഷൻസിലും ഒക്കെ അങ്ങനെ ആ മണ്ഡലം ഓപ്പണായി കിട്ടിയവർക്ക് കേട്ടോ, അവരുടെ മുന്നിലേക്ക് വെളിപ്പെടുന്ന സമയത്ത് ആ റെലത്തിൻ്റെ അറ്റാക്കായിരിക്കും ആ സമയത്ത് ആ കുടുംബം നേരിടുന്നത്. ഹല്ലേലൂയ. ഇനി സ്വപ്നങ്ങളിലൂടെ ഒത്തിരി ഭയങ്ങൾ ഉണ്ടാക്കി പിശാച് നമ്മളെ പ്രാർത്ഥനയെ തകർത്ത് കളയും. ഭാവിയെ പറ്റി വേണ്ടാത്തതൊക്കെ കാണിച്ച്
ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ തീരുന്ന പോലെ കാണിച്ച്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾ അതിനെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾ എന്തിനും പേടിക്കുന്നവരായി തീരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ. ഒരു സമയത്ത് സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ പേടിച്ചോടിയ ആളാണ് ഞാൻ. ഇപ്പോൾ പിശാചിനെ തിരിച്ചോടിക്കുന്ന ആളാക്കി ദൈവം എന്നെ മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ദൈവം ചെയ്യും. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. റെസിസ്റ്റ് ദ ഡെവിൾ, അങ്ങനെയല്ലേ പറയുന്നേ? എതിർത്ത് നിൽക്കണം, എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ ഓടിയാൽ നമ്മളെ അവൻ ഓടിച്ചുകൊണ്ടിരിക്കും. അതാണ് കാര്യം. എതിർത്ത് നിൽക്കുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഹല്ലേലൂയ. ശരിക്കും സിസ്റ്ററെ, ഈ ഇപ്പൊ മോൻസിയൊക്കെ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ട്രിവാൻഡ്രത്തിൽ ഫേസ് ചെയ്യുന്ന, ട്രിവാൻഡ്രത്തിലല്ല കേരളത്തിൽ പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഒരു സ്പിരിച്വൽ ഫെലോഷിപ്പ് ഇവിടെ ഇല്ല. നമ്മളെല്ലാം ഒറ്റയ്ക്ക് കിടന്ന് ഫൈറ്റ് സ്പിരിച്വലായിട്ട് സഭയ്ക്കകത്ത് പോയാലും അവിടെയും കിട്ടുന്നില്ല. അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസായി. അതുകൊണ്ട് പുറത്തു പോയി ആരെങ്കിലും നമുക്കൊരു നല്ല സ്പിരിച്വൽ അഭിഷിക്തനായിട്ടുള്ള ഇതുപോലത്തെ ഒരു നല്ല കൂട്ടായ്മ നമുക്ക് കിട്ടിയെങ്കിൽ പല സ്പിരിച്വൽ റിലം നമുക്ക് കടന്ന് പല മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കിട്ടുന്നില്ല ഇവിടെ. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലരോട് നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, അവർ നമ്മളെ മെൻ്റൽ പേഷ്യൻസ് ആക്കി നമ്മളെ അങ്ങ് മാറ്റും അവർ. കാരണം അവരിതൊന്നും വിശ്വസിക്കത്തില്ല. പിശാചിന്റെ എല്ലാ കാര്യങ്ങളും ക്രൂശിൽ കഴിഞ്ഞല്ലോ. അതെ, ശരിയാണ്, ക്രൂശിൽ കഴിഞ്ഞു. കൃത്യമായിട്ട് എന്റെ കേസില് ഏതെങ്കിലും ബ്രേക്കപ്പ് ആവാതെ വരുമ്പോ കർത്താവ് സ്വപ്നത്തിൽ കാണിച്ചു തരും ആളിനെ. ആള് പിന്നെ എങ്ങനെങ്കിലും എന്റെ അടുത്ത് വരും. അങ്ങനെയാ എല്ലാരും കൃത്യമായിട്ട് എന്റെ അതുകൊണ്ട് എല്ലാം ചെയ്തേക്കുന്ന ദൈവമാണെന്ന് എനിക്കറിയാം. അപ്പൊ എങ്ങനെയായാലും ഇപ്പൊ 10 വർഷമായി കറക്റ്റ് ആ ആള് വരും. തോറ്റു ആ സമയമാകുമ്പോ എന്നറിയും. അപ്പൊ ആട്ടും ഇപ്പൊ സിസ്റ്റർ ആണെങ്കിലും എല്ലാം കർത്താവാണ് ചെയ്യുന്നത്. അതാണ് എന്റെ. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞത്, നമ്മളെ ഡെലിവറൻസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഏത് വ്യക്തിയിലൂടെയാണോ ഡെലിവർ ചെയ്യേണ്ടത് ആ വ്യക്തിയെ നമ്മളുമായിട്ട് ദൈവം കണക്ട് ചെയ്യുന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങളെല്ലാം ഇപ്പോൾ ഇതിലായിരിക്കുന്നത് അമൃത സിസ്റ്റർ പറഞ്ഞിട്ടാണോ? അങ്ങനെയൊന്നുമല്ല. ദൈവമാണ് നിങ്ങളെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ അന്ത്യകാലത്ത് കർത്താവിൻ്റെ സൈന്യമായി എഴുന്നേൽക്കേണ്ടവരാണ്. അതുകൊണ്ട് ആരും അറിയാതെ ഒരു ഗ്രാമപ്രദേശത്ത് കിടന്ന അമൃതയെ ദൈവം ആദ്യം തൊട്ടു. ഞാൻ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു പോയി എന്ന് വിചാരിച്ചു. അതുപോലെ എൻ്റെ ജീവിതം മാറി. അവിടെ നിന്ന് കർത്താവ് എന്നെ പണിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറ്റി ധൈര്യത്തിൻ്റെ ആത്മാവിനെ പകർന്ന് കർത്താവ് എന്നെ കൊണ്ടുവന്നു. എല്ലാം അനുഭവിച്ചത് കൊണ്ടാണല്ലോ ഇതെല്ലാം ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് പറയാനുള്ള ശക്തിയുള്ളത്, അല്ലെങ്കിൽ ഒരു ശക്തിയില്ലാത്ത ആളാണ് ഞാൻ. പിശാച് അതുപോലെ നല്ലപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും പൂട്ടിയതാണ്. ഹല്ലേലൂയ. കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ് നമ്മളെല്ലാവരും. എൻ്റെ സാക്ഷിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് എന്നെ ദൈവം ഉയർപ്പിച്ചു കൊണ്ടുവന്നത്, പുതിയ ജീവൻ പോലെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നിൽ നിറച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെലിവറൻസ് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന വ്യക്തിയിലൂടെയാണ് ആ ഡെലിവറൻസ് നടക്കേണ്ടതെന്നും എന്നാണ് നിങ്ങൾക്ക് ഡെലിവറൻസ് നടക്കേണ്ടതെന്നുള്ള ഡേറ്റ് ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. ആ ഡേറ്റിന് ദൈവം അത് നിങ്ങൾക്ക് ചെയ്യും. ഹല്ലേലൂയ. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ബലമാണ് നിങ്ങൾക്ക് ആവശ്യം. അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. മനസ്സിലാവുന്നുണ്ടോ? ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകരുത് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലായിക്കോട്ടെ, തലമുറകളൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അവരൊന്നും ദൈവത്തിൽ വരാതെ നടക്കുന്നവരെ ഓർത്ത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, കൃത്യം സമയത്ത് ദൈവം അത് ചെയ്യും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കണ്ണുനീരോട് കൂടെ പ്രാർത്ഥിക്കുക. ദൈവം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി സമയം തെറ്റാതെ ചെയ്യുന്ന കർത്താവാണ്. നമുക്ക് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കൂട്ടായ്മകൾ കുറവാണ്. ഇങ്ങനെ സത്യം അറിഞ്ഞ നമുക്കെങ്കിലും ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാൻ കർത്താവ് തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അറിയാത്തവരുടെ കണ്ണ് തുറക്കാനായിട്ട് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. അത്രയല്ലേ പറ്റൂ. ഇവനൊരു സ്ത്രീയായ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എത്രയോ പേര് പറയുന്നുണ്ട് സ്ത്രീകൾ ശുശ്രൂഷിക്കാൻ പാടില്ലെന്ന്. പറയുന്നവരില്ലേ? എത്രയോ പേർ പറയുന്നുണ്ട് സ്ത്രീകൾ ശുശ്രൂഷിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. കർത്താവ് എന്നോട് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ പോലും പറ്റത്തില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ.
അപ്പോൾ മനുഷ്യർ പറയുന്നത് നോക്കിയാലൊന്നും നമ്മുടെ ഒരു കാര്യം നടക്കത്തില്ല. ചുറ്റും നിൽക്കുന്നവർ എത്രയോ പ്രാവശ്യം എൻ്റെ തീക്കകത്തോട്ട് മണ്ണ് വാരിയിട്ടതാണെന്നറിയാമോ? ശുശ്രൂഷിക്കാനുള്ള അനുവാദങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. എന്നാൽ ദൈവം വീണ്ടും വീണ്ടും ആത്മാവിനെ പകർന്ന് എന്നെ ശക്തീകരിച്ചത് കൊണ്ട്, എന്നിൽ ആ തീ കത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് ആത്മാവിൽ എരിവുള്ളവളായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു. അതാ കാര്യം. അപ്പോൾ നമുക്ക് എരിവുള്ളവനായി മാറാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ല വഴി ഫാസ്റ്റ് ആൻഡ് പ്രേ. ഹല്ലേലൂയ. ഉപവാസത്തോടെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം കഴിയുന്ന സമയങ്ങളിൽ. ഏറ്റവും ആത്മാവിൽ എരിവുള്ളവരായി നിങ്ങൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് 2 മണിക്കൂറാണോ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്തടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു എരിവ് ഉണ്ടാകില്ല ഒരിക്കലും. ഈ എരിവ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ എരിവ് കിട്ടുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം കിട്ടുന്നു, പ്രത്യാശ ഉണ്ടാകുന്നു, സ്നേഹം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന എരിവിലൂടെ ഉണ്ടാകുന്നതാണ്. ഇതുവഴിയാണ് നമുക്ക് കർത്താവിനെ സേവിക്കാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുന്നെങ്കിൽ പ്രശംസിക്കാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുക. നിർബന്ധം എന്താ? കർത്താവ് ഓടിക്കുകയാണോ? പോടാ പറയുന്ന അങ്ങനെയല്ല, സ്നേഹത്തോടെ താൻ സംസാരിക്കുകയാണ്. ഇനിയും ഇവിടെ ജനങ്ങളുണ്ട്, നീ ഇവിടെ തന്നെ നിന്ന് പ്രസംഗിക്കുക, ആരും നിന്നെ ഉപദ്രവിക്കില്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കൊരിന്തിലൊക്കെ ആയിരുന്നപ്പോൾ നേരിട്ട് കർത്താവ് വന്ന് തൻ്റെ അടുക്കൽ പറയുവാണ്. ഹല്ലേലൂയ. ഈ ഒരു ബലം, ഈ ഒരു റെലം നമുക്ക് മുമ്പിൽ ഓപ്പൺ ആകണം. ഹല്ലേലൂയ. സ്തോത്രം. ആത്മ കണ്ണു തുറന്ന് ചില കാര്യങ്ങളെ കാണാനായിട്ട് നമുക്ക് കഴിയട്ടെ. അപ്പോൾ ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് തീരാമല്ലോ. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഓരോ ദിവസവും ഇനി അത് വെട്ടിക്കളയുന്ന ദിനങ്ങളായി മാറണം. ഓക്കെ, അതെല്ലാം ഇനി വെട്ടിക്കളയണം. ആ പറഞ്ഞോ ബ്രദർ. നമ്മളെ ഇത് ചാറ്റ് മെസ്സേജിൽ ഒരു സിസ്റ്റർ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ എനിക്ക് ടങ്സ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ചാറ്റ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഈ മീറ്റിംഗിന് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് പറഞ്ഞത്, ആത്മാവില് സ്പിരിറ്റില് ടങ്സിന്റെ ഇത് ഉണ്ട്, പക്ഷെ അവരുടെ തോട്ട്സ് ആണ് അതിനെ പാസ് ചെയ്യാൻ അനുവദിക്കാതെ, ഫ്ലഷിന്റെ തോട്ട്സും ഫ്ലഷിന്റെ ഈ ചിന്തകളാണ് അതിനെ പാസ് ചെയ്യാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഈ ഇതിൽ സംസാരിച്ചു. അതിനെ അവർ വിട്ടുകൊടുക്കണം. ആ ഒരു തോട്ട്സ് വരുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത്, അവരുടെ നാവിൽ വരുന്നുണ്ട് ഭാഷ, പക്ഷെ അവരുടെ സംശയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്നവരുടെ ഭാഷയൊക്കെ അവർ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ചിലപ്പോൾ തന്നായിരിക്കും. അപ്പൊ അവര് വിചാരിക്കുന്നത് അയ്യോ ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിനെ അവര് സ്ട്രൈക്ക് ചെയ്യുന്നു മൈൻഡ് കൊണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വെളിപ്പെടാൻ പറ്റാത്തതെന്ന് എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് അറിയാൻ പറ്റിയത്. ഹല്ലേലൂയ. പ്രിയ സഹോദരൻ പറഞ്ഞത് ആ മെസ്സേജ് അയച്ച പ്രിയ മകൾ കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളതിനെ ജഡ്ജ് ചെയ്യരുത്. എന്താണോ പരിശുദ്ധാത്മാവ് തരുന്നത് എന്ത് ചെയ്യുക? അത് സംസാരിക്കുക. ഹല്ലേലൂയ. കർത്താവ് ആ സഹോദരിയെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്ക് വളരെ അനുഗ്രഹമാണ്. അല്ലാതെ ഒരാൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല ഇത്. പലരോടും പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്നവരുടെ വിഷയങ്ങൾ സംസാരിക്കാം. നിങ്ങളെ അങ്ങനെ ഒരു റലത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ഒത്തിരി പേര് എന്നെ കേൾക്കുന്നവർ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, സ്റ്റാൻഡ് സ്റ്റിൽ. കർത്താവ് എന്നോട് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബലപ്പെട്ട് നിൽക്കുക, ഉറപ്പുള്ളവരായി നിൽക്കുക. കർത്താവ് നിങ്ങൾ എന്ത് ചെയ്യും? സകലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കുന്നവർ ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ. 3 പ്രാവശ്യം ലൗഡായിട്ട് ഒരു ആമേൻ പറഞ്ഞു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ആത്മീകമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി അനുഭവിച്ചാലും കർത്താവ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകത്തിരിക്കുന്ന സകല വ്യക്തികളും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. ഒരാൾ പോലും പ്രയോജനപ്പെടാത്തവർ ഇതിനകത്തില്ല. ഹല്ലേലൂയ.